ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടുകൊണ്ട് ഒരു നിർണായക പ്രഖ്യാപനം വന്നിരിക്കുന്നു. പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തിരുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ജെറ്റ് എഞ്ചിൻ. ഫ്രാൻസിന്റെ മുൻനിര പ്രതിരോധ കമ്പനിയായ സഫ്രാനും ഇന്ത്യയുടെ DRDO ഒരുമിക്കുന്ന ഈ പദ്ധതി എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്ന് എല്ലാ ഇന്ത്യക്കാരും അറിയണം. പ്രതിരോധ ഗവേഷണ മേഖലയിലെ ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ DRDOയുടെ കീഴിലുള്ള GETRE ലോകോത്തര ജെറ്റ് എഞ്ചിൻ നിർമ്മാതാക്കളായ സഫ്രാനും ചേർന്നുള്ള ഈ സംയുക്ത സംരംഭത്തിന് ഉടൻ തന്നെ സർക്കാർ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തിനാണ് ഈ എഞ്ചിൻ എന്നറിയണ്ടേ? ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിന് AMCA ശക്തി പകരാൻ വേണ്ടിയാണ് 120 മുതൽ 140 വരെ കിലോന്യൂട്ടൺ ശേഷിയുള്ള ഈ അതിശക്തിയേറിയ എഞ്ചിൻ വികസിപ്പിക്കുന്നത്. ഇതിനു മുൻപ് ഇന്ത്യ തദ്ദേശീയമായി കാവേരി എന്ന പേരിൽ ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പുതിയ സഹകരണത്തിലൂടെ ആ വെല്ലുവിളിയെ ഇന്ത്യ അതിജീവിക്കുമെന്നാണ് കരുതുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നിർണായകമായ ക്രിസ്റ്റൽ ബ്ലേഡ് സാങ്കേതികവിദ്യ സഫ്രാൻ ഇന്ത്യക്ക് കൈമാറും എന്നതാണ്. അതീവ സൂക്ഷ്മമായതും ഉയർന്ന താപനിലയിൽ പോലും ബലവും കാഠിന്യവും നിലനിർത്താൻ കഴിയുന്നതുമായ ലോഹ സംയുക്തങ്ങൾ ഉപയോഗിച്ചാണ് ഈ ബ്ലേഡുകൾ നിർമ്മിക്കുന്നത്. ഇത് ഇന്ത്യയുടെ തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ നിർമ്മാണ ശേഷിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. 12 വർഷത്തിനുള്ളിൽ 9 മാതൃക ഫൈറ്റർ എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. നിലവിൽ US, റഷ്യ, UK, ഫ്രാൻസ് എന്നീ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി ജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള ശേഷിയുള്ളത്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയും ആ പ്രതിരോധ വമ്പന്മാരുടെ പട്ടികയിലേക്ക് ഉയരും. ഇത് രാജ്യത്തിന്റെ പ്രതിരോധ സ്വയംപര്യാപ്തതയിലും സാങ്കേതിക മുന്നേറ്റത്തിലും ഒരു പുതിയ ചരിത്രമാണ് കുറിക്കാൻ പോകുന്നത്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള വിശകലനങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.